ലെബനിലെ ക്രൈസ്തവ ഭൂരിപക്ഷ ഗ്രാമമായ ഡെബേലിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ ഇസ്രായേൽ സൈനികൻ തകർത്ത സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വൻ വിവാദമാകുന്നു. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അതിർത്തി മേഖലകളിൽ മതചിഹ്നങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ വൻ പ്രതിഷേധത്തിനാണ് വഴിതെളിച്ചിരിക്കുന്നത്. സംഭവം സത്യമാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി ലെബനിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ ഡെബേൽ ഗ്രാമത്തിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം അരങ്ങേറിയത്. മേഖലയിൽ സൈനിക നീക്കം നടത്തുന്ന ഇസ്രായേൽ സേനയിലെ ഒരു അംഗം പ്രതിമ തകർക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് ലോകം ഈ ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞത്. പ്രശസ്ത പലസ്തീനിയൻ പത്രപ്രവർത്തകനായ യുനിസ് തിരാവിയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഈ ചിത്രം പുറത്തുവിട്ടത്. ഇസ്രായേൽ സൈനികൻ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുന്നതും അത് തകർത്ത നിലയിലുള്ളതുമായ ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കകം വൈറലായി മാറി. ഇതോടെ ഇസ്രായേൽ സൈന്യത്തിന്റെ അച്ചടക്കത്തെയും നിലപാടുകളെയും ചോദ്യം ചെയ്ത നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തി. ആദ്യഘട്ടത്തിൽ ഈ വാർത്ത നിഷേധിക്കാനാണ് ഇസ്രായേൽ സൈനിക വക്താക്കൾ ശ്രമിച്ചത്. ചിത്രത്തിന്റെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ടെന്നും ഇത് വ്യാജ പ്രചാരണമാകാൻ സാധ്യതയുണ്ടെന്നുമാണ് IDF ലഫ്റ്റനന്റ് കേണൽ നദാവ് ഷോഷാനി തുടക്കത്തിൽ പ്രതികരിച്ചത്. എന്നാൽ ഡിജിറ്റൽ പരിശോധനകൾക്കും പ്രാദേശികമായ അന്വേഷണങ്ങൾക്കും ശേഷം ചിത്രം യാഥാർത്ഥ്യമാണെന്ന് സൈന്യത്തിന് സമ്മതിക്കേണ്ടി വന്നു. തങ്ങളുടെ ഒരു സൈനികൻ ഇത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാരനായ സൈനികനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും IDF അറിയിച്ചു. ഇത് സൈന്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത പ്രവൃത്തിയാണെന്നും അവർ എക്സിൽ കുറിച്ചു. തെക്കൻ ലെബനിലെ ഡെബേൽ പ്രദേശം കാലങ്ങളായി സമാധാനപരമായ അന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു ക്രൈസ്തവ കേന്ദ്രമാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നതിനിടയിലും തങ്ങളുടെ മതചിഹ്നങ്ങളും ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസത്തിലായിരുന്നു അവിടുത്തെ ജനങ്ങൾ. എന്നാൽ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി ആ വിശ്വാസത്തിനേൽപ്പിച്ച ആഘാതം വലുതാണ്. ക്രൈസ്തവ വിശ്വാസികളെയും ആഗോള ക്രിസ്ത്യൻ സമൂഹത്തെയും ഈ സംഭവം വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള സഭാ നേതാക്കളും വിശ്വാസികളും ഇസ്രായേലിന്റെ നടപടിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതിഷേധിച്ചു. മതചിഹ്നങ്ങളെ അപമാനിക്കുന്നത് വംശീയമായ വിദ്വേഷം വളർത്താൻ മാത്രമേ സഹായിക്കൂ എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധസമയത്ത് പോലും മതപരമായ ഇടങ്ങൾക്കും ചിഹ്നങ്ങൾക്കും സംരക്ഷണം നൽകണമെന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇസ്രായേൽ സൈന്യത്തിനുള്ളിലെ തീവ്രവാദ ചിന്താഗതിക്കാരായ ചില സൈനികരുടെ ഇടപെടലാണോ ഇതിന് പിന്നിലെന്ന സംശയവും ഉയരുന്നുണ്ട്. സംഭവം നടന്ന ഡെബേൽ ഗ്രാമത്തിലെ ജനങ്ങൾ ഇപ്പോൾ വലിയ ഭീതിയിലാണ്. പ്രതിമ തകർക്കപ്പെട്ടത് കേവലം ഒരു സാങ്കേതിക പ്രശ്നമായല്ല, മറിച്ച് തങ്ങളുടെ അസ്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയായാണ് അവർ കാണുന്നത്. ഗ്രാമത്തിലെ പള്ളികൾക്കും മറ്റ് വിശുദ്ധ സ്ഥലങ്ങൾക്കും ഇനി സംരക്ഷണം ലഭിക്കുമോ എന്ന ആശങ്ക അവരെ വേട്ടയാടുന്നു. ഇസ്രായേൽ സൈന്യം ഈ വിഷയത്തിൽ മാപ്പ് പറയണമെന്നും തകർന്ന പ്രതിമ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രാദേശിക ക്രൈസ്തവ സഭകളുടെ ആവശ്യം. സൈനികൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന സൈന്യത്തിന്റെ വിശദീകരണം മുഖവിലേക്ക് കൊടുക്കാൻ പലരും തയ്യാറല്ല. കൃത്യമായ മേൽനോട്ടമില്ലാത്തതാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്ന് അവർ ആരോപിക്കുന്നു. ലെബനൻ സർക്കാരും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് പുറമെ ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന പ്രവൃത്തിയാണിതെന്ന് ലെബനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ സംഭവം ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഗാസയിലെയും ലെബനിലെയും സൈനിക നീക്കങ്ങളുടെ പേരിൽ വിമർശനം നേരിടുന്ന ഇസ്രായേലിന് മതവികാരം വ്രണപ്പെടുത്തിയെന്ന ആരോപണം പ്രതിരോധത്തിലാക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളിൽ നിന്ന് സമ്മർദ്ദം ഏറാനിത് കാരണമായേക്കാം. സോഷ്യൽ മീഡിയയിൽ ചിത്രം പുറത്തുവിട്ട യുനിസ് തിരാവി യുദ്ധഭൂമിയിലെ പല ക്രൂരതകളും പുറം ലോകത്തെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന റിപ്പോർട്ടറാണ്. സൈനികരുടെ ഇത്തരം പ്രവൃത്തികൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലെന്നും കൃത്യമായി വംശവിദ്വേഷത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിനുള്ളിലെ അച്ചടക്കരാഹിത്യം മുൻപും പലതവണ ചർച്ചയായിട്ടുണ്ട്. ഗാസയിലെ തകർന്ന വീടുകൾക്ക് മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്നതും സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്നതുമായ വീഡിയോകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഒരു മതചിഹ്നത്തിന് നേരെയുള്ള ആക്രമണം എന്ന നിലയിൽ ഈ സംഭവം കൂടുതൽ ഗൗരവകരമാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന നീക്കങ്ങൾ മന്ദഗതിയിലാക്കാൻ ഈ സംഭവം ഇടയാക്കിയേക്കും. പ്രാദേശിക ജനവിഭാഗങ്ങളുടെ സഹകരണമില്ലാതെ മേഖലയിൽ സൈനിക നീക്കം തുടരുന്നത് ഇസ്രായേലിന് വെല്ലുവിളിയാകും. സമാധാന ചർച്ചകളിൽ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. സംഭവത്തെ തുടർന്ന് വത്തിക്കാനിൽ നിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ലെങ്കിലും സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധം പുകയുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് സഭാ വക്താക്കൾ അഭിപ്രായപ്പെട്ടു. യുദ്ധം
മനുഷ്യജീവനെ മാത്രമല്ല സംസ്കാരത്തെയും വിശ്വാസത്തെയുമാണ് തകർക്കുന്നതെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന അന്വേഷണത്തിന്റെ ഫലം എന്താകുമെന്നും കുറ്റക്കാരനായ സൈനികന് എന്ത് ശിക്ഷ ലഭിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. യുദ്ധക്കളത്തിലെ നിയമങ്ങൾ ഇസ്രായേൽ സൈനികർ ലംഘിക്കുന്നുവെന്നതിന് തെളിവാണ് ഈ ചിത്രമെന്ന് നിരീക്ഷകർ പറയുന്നു. വെറുമൊരു പ്രതിമ തകർക്കലല്ല, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിന് മേലുള്ള ആസൂത്രിതമായ ആക്രമണമാണിതെന്ന് പലരും വിശ്വസിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോലും ശേഷിയുള്ളതാണ്. മതപരമായ ഐക്യവും സമാധാനവും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ ഉണ്ടാകേണ്ടതുണ്ട്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ ക്രിസ്തുവിന്റെ പ്രതിമ യുദ്ധത്തിന്റെ ഇരയായി മാറുന്നത് ചരിത്രത്തിലെ വേദനാജനകമായ ഒരു ഏടായി മാറും. ഡെബേലിലെ ജനങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസ പ്രതീകങ്ങൾ തിരികെ ലഭിക്കുമോ എന്നും ഇസ്രായേൽ സൈന്യം ഇത്തരം പ്രവർത്തികളിൽ നിന്ന് പിന്മാറുമോ എന്നും വരും ദിവസങ്ങളിൽ തെളിയിക്കും.